എല്ലാ കൂട്ടുകാർക്കും അൺബോക്സിംഗ് തെറാപ്പി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടെക്നോ പുതിയതായി പുറത്തിറക്കിയ ടെക്നോ സ്പാർക്ക് 7 പ്രോ എന്ന ഫോണിനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള അൺബോക്സിങ്ങിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള അൺബോക്സിങ്ങും റിവ്യൂസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ പുറത്ത് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെയായി ടെക്നോ എന്ന ബ്രാൻഡിങ്ങും പിന്നെ സ്പാർക്ക് 7 പ്രോ എന്ന ഈ ഫോണിൻ്റെ മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ 1500 രൂപയുടെ ഒരു വയർലെസ് ഇയർഫോൺ നമുക്ക് ഈ ഫോണിൻ്റെ ഒപ്പം ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് നോക്കാം. അതിനു മുമ്പ് സൈഡിലായി സ്പാർക്ക് 7 പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ 48 MP AI ട്രിപ്പിൾ ക്യാമറ എന്നും സൂപ്പർ നൈറ്റ് മോഡ്, പിന്നെ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയായ 90 Hz റിഫ്രഷ് റേറ്റ്, അത് കഴിഞ്ഞ് G80 എന്ന ഗെയിമിംഗ് പ്രോസസ്സർ, അതായത് ഹീലിയോൻ്റെ G80 എന്ന ഗെയിമിംഗ് പ്രോസസ്സറും, പിന്നെ 5000 mAh ബാറ്ററി, അത് കഴിഞ്ഞ് ബ്ലൂടൂത്ത് ഓഡിയോ ഷെയർ എന്ന ഈ സംവിധാനവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസും. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ പുറത്തായി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഫോണിലേക്ക് വരാം. അത് കഴിഞ്ഞ് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഒരു യൂസർ മാനുവൽ, പിന്നെ 12 മന്ത്സിൻ്റെ ഒരു വാറൻറ്റി കാർഡ്, അത് കഴിഞ്ഞ് ഒരു TPU കേസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചെറിയൊരു ലോഗോയും എന്നിട്ട് ഡ്രീം എന്ന് എഴുതിയിട്ടുമുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള TPU കേസ് തന്നെയാണ്. അടുത്തതായി ഒരു 10 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ, അത് കഴിഞ്ഞ് ഒരു മൈക്രോ USB ചാർജിങ് കേബിളും, പിന്നെ അവസാനമായി ഒരു സിം ഇജക്ടർ പിന്നും. ഇതൊക്കെയാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു TPU കേസ്, 12 മന്ത്സ് വാറൻറ്റി കാർഡ്, ഒരു യൂസർ മാനുവൽ, പിന്നെ മൊബൈൽ ഫോൺ, ഒരു അഡാപ്റ്റർ, പിന്നെ ചാർജിങ് കേബിളും. ആദ്യം നമുക്ക് ഈ ഫോണിൻ്റെ സൈഡ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് സൈഡിലായി വോളിയം റെക്കൂസും പവർ ഓൺ ഓഫ് ബട്ടണും, താഴെ സ്പീക്കർ ഗ്രില്ലും മൈക്രോ USB കേബിളിൻ്റെ പോർട്ടും, പിന്നെ 3.5 mm ഓക്സ് കേബിളിൻ്റെ പോർട്ടും, ഒരു മൈക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ സിം ട്രേയും മാത്രമേ ഉള്ളൂ, മേളിൽ ഒന്നുമില്ല. ബാക്ക് സൈഡിലായി 48 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ, പിന്നെ ക്വാഡ് LED ഫ്ലാഷാണ് ഇതിൽ വരുന്നത്, പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലായി ഇവിടെ മാറ്റ് ഫിനിഷിലാണ് ഇത് വരുന്നത്. അത്യാവശ്യം ഈ ബഡ്ജറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ഡിസൈൻ തന്നെയാണ്. പിന്നെ ബാക്കിലായി ടെക്നോ എന്ന ബ്രാൻഡിങ്ങും സ്പാർക്ക് എന്ന ലോഗോയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് AI എന്ന് എഴുതി ഇവിടെ ഒരു സർക്കിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഒന്ന് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായി പഞ്ച് ഹോൾ ഡിസ്പ്ലേയാണ് ഇത് വരുന്നത്, ഫ്രണ്ട് ക്യാമറ. ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ ടെക്നോ എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതിയിട്ടുണ്ടുണ്ട്.
ഇങ്ങനെയാണ് ഫോൺ ബൂട്ടപ്പായി വരുന്നത്. ഞാനിതിൽ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് റേറ്റിൽ ഏറ്റവും ഈ ഫോണിനെ ആകർഷിക്കാനുള്ള ഒരു മെയിൻ റീസണാണ് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. അത് ശരിക്കും നല്ല ഗെയിമിങ്ങിനും എല്ലാത്തിനും നല്ല കംഫർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 6.6 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലിയ LCD പാനൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിലെ ആപ്സുകളൊന്ന് നോക്കാം. അത്രയ്ക്ക് ആപ്സ് ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. ഈ ഗൂഗിളിൻ്റെ കുറേ ആപ്സും പിന്നെ ഇവരുടെ തന്നെ കുറേ ആപ്സും പിന്നെ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഗെയിംസ് അതുപോലെയുള്ള ചില ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഫോണിൽ നമുക്ക് കളിക്കാം. അടുത്തതായി നമുക്കിതിൻ്റെ റാമും റോമും ഒക്കെ ഒന്ന് നോക്കാം. അതിനായി സെറ്റിങ്സിൽ മൈ ഫോൺ എന്ന് കൊടുത്തിട്ട് ഇവിടെയാണ് ഈ ഫോണിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത്. 4GB 64GB വേരിയൻ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും 48 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും പിന്നെ ഹീലിയോ G80 എന്ന ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ചിപ്സെറ്റാണ് ഇത് നൽകിയിട്ടുള്ളത്. പിന്നെ 5000 mAhൻ്റെ ഒരു ബാറ്ററി, 720x1600 എന്ന റേഷ്യോയും പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ 11 ഈ ഫോൺ വരുന്നത്. HiOS വെർഷൻ 7.50 ഇതിൽ വരുന്നത്. അത്യാവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിൻ്റെ ക്യാമറയും ഒന്ന് പരിചയപ്പെടാം. 48 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് ഇതിൽ വരുന്നത്. അതുപോലെ സെൽഫി ക്യാമറയായി 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ ലെഫ്റ്റ് സൈഡിലായി. ഈ ബഡ്ജറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും അടിപൊളി തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ നമുക്ക് ഈ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ക്വാഡ് LED ഫ്ലാഷാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല ബ്രൈറ്റ്നസ് തന്നെയാണ് ഇതിനുള്ളത്. ഇനി അടുത്തതായി നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. ബിൽഡ് ക്വാളിറ്റിയിൽ ഈ ടെക്നോ എന്ന കമ്പനി ഒരു പിഴവും തന്നെ വരുത്തിയിട്ടില്ല. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കും ഫേസ് അൺലോക്കും എത്രത്തോളം സ്പീഡ് ആണെന്ന് നോക്കാം. നല്ല സ്പീഡ് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇനി ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇതിൻ്റെ 2 സെൻസേഴ്സും വർക്ക് ആവുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഫോണിൻ്റെ ഒപ്പം ലഭിച്ച ഈ TPU കേസ് എത്രത്തോളം ഫിറ്റാണ് ടൈറ്റ് ആണെന്ന് നോക്കാം. നല്ല ഫിറ്റാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു ഓഫ്ലൈൻ ഫോണാണ്. ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 180യുടെ ടച്ച് സാമ്പിളിംഗ് റേറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ റാം വേരിയൻറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 4GB 64GB ആണ്. അത് 10999 ആണ്. അടുത്തതായി 6GB 64GB എന്ന വേരിയൻറ്റിന് 12499 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം. ആദ്യം തന്നെ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഈ ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി.
അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട്. സൈഡിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊന്നും ഒരു ബ്ലാക്ക് റേഷ് ഒന്നുമില്ല. ഇവിടെ മോണോ സ്പീക്കേഴ്സാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ഒന്നുമില്ല, എങ്കിലും ഒരു മീഡിയം ആവറേജ് സൗണ്ട് ഇതിനുണ്ട്. ആണ് ഈ ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി. ഇനി നമുക്ക് അടുത്തതായി ഇതിൻ്റെ സിം ട്രേ ഒന്ന് നോക്കാം. അതെ, 2 നാനോ സിം കാർഡും ഒരു മൈക്രോ SD കാർഡും നമുക്ക് ഇതിൽ പ്രവർത്തിപ്പിക്കാം. ഇത് 512 GB വരെ എക്സ്പാൻഡബിൾ ആണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അൺബോക്സിങ്ങും അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനായി എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂവുമായി ഈ ഫോണിൻ്റെ ഒപ്പം കിട്ടിയ ഈ ഹെഡ്ഫോണിൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ട് കാണാം. ഇങ്ങനെയുള്ള അൺബോക്സിങ്ങിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള അൺബോക്സിങ്ങും റിവ്യൂസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.